എല്ലാവർക്കും ഷാമാസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ്. വളരെ സോഫ്റ്റായിട്ടും ടേസ്റ്റായിട്ടും എളുപ്പത്തിലും എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്, കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചരി പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2-3 കപ്പോളം എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക. പക്ഷേ നൂലപ്പം ഉണ്ടാക്കാൻ എപ്പോഴും വെറും പച്ചരി പൊടിച്ചത് എടുക്കണം, പുഴുക്കലരി ചേർത്തത് എടുക്കരുത്. അപ്പോൾ ആ പൊടിയിലേക്ക് ഞാൻ കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അധികം ഉപ്പിടരുത്, കുറച്ച് ആവശ്യത്തിന്. പിന്നെ നമുക്ക് വെള്ളം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ല പോലെ വെട്ടി തിളയ്ക്കണ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ നൂലപ്പത്തിനുള്ള പൊടി കുഴയ്ക്കുക. ഞങ്ങളുടെ അവിടേക്ക് നൂലപ്പം എന്നൊന്നും പറയില്ല കേട്ടോ, നൂൽപുട്ട് എന്നൊക്കെ പറയും, ഇടിയപ്പം എന്നൊന്നും പറയില്ല. ആ പൊടിയിലേക്ക് ഞാനൊരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ പൊടി കുഴച്ച് കഴിഞ്ഞാൽ നൂലപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നല്ലോണം വെട്ടി തിളച്ച വെള്ളത്തിൽ നിന്ന് കുറേശ്ശെ വെള്ളമാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. വെള്ളം തിളപ്പിച്ചതിന് ശേഷം നമ്മൾ പൊടി ഒഴിച്ചിട്ടും നൂലുപുട്ട് ഉണ്ടാക്കും. പക്ഷെ ആ ഒരു അളവ് എനിക്ക് ശരിയാവാറില്ല കേട്ടോ, കാരണം എല്ലാ പൊടിയും ഒരുപോലെ ഇരിക്കില്ല. ആ ഒരു അളവിലേക്ക് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് ഈ പൊടി മുഴുവൻ അധികം പൊട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ലൂസായി പോവും. നമുക്ക് നൂലുപുട്ട് ഉണ്ടാക്കാൻ പറ്റാത്ത, ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റില്ല, നല്ലോണം വെള്ളം പോലെ ലൂസാവും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കുകയായിരിക്കും എപ്പോഴും നല്ലത്. നല്ലോണം തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കാൻ. സാധാരണ നമ്മൾ പച്ചരി പൊടിപ്പിച്ചിട്ട് ഇപ്പോൾ വറുത്ത് കിട്ടുമല്ലോ മില്ലുകളിലൊക്കെ, അങ്ങനെ വറുത്തിട്ടായാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കൊടുത്തിട്ട് ഒന്ന് വറുത്ത് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇത് ഞാനൊക്കെ ഇവിടെ നന്നായിട്ട് അരി കഴുകി വെയിലത്തിട്ട് നല്ല പോലെ ഉണക്കിയതിന് ശേഷമാണ് ഈ അരി പൊടിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് വറക്കേണ്ട ആവശ്യമില്ല. പിന്നെ വറവ് മണം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ആ വറവ് മണം ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ, പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു വറുത്ത മണം വരുമല്ലോ, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് വറുത്തെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ അരി ഉണക്കി പൊടിച്ച കേടുകൂടാതെ പൊടി സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ചിട്ട് ഇതെങ്ങനെ ഒരു രീതിക്കാവണം, നല്ലോണം അങ്ങോട്ട് ലൂസാവാതെ നമുക്ക് കൈകൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്ന രീതിയാവുമ്പോൾ ചൂടാറിയതിന് ശേഷം ഒന്ന് നല്ല പോലെ നമ്മൾ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുക്കണം. ഒന്ന് ചൂടാറുമ്പോഴേക്കാണ് ചെയ്യണം. നല്ല ചൂടോടുകൂടി കുഴയ്ക്കാൻ പറ്റുന്നത് തന്നെ, ചൂടാറിയില്ല കേട്ടോ, ഉള്ളിലേക്കൊക്കെ നല്ല ചൂടുണ്ട്. കൈ ചൂട് നോക്കിയതിന് ശേഷം നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. നല്ല മയത്തിൽ നമ്മൾ പൂരിക്കും ചപ്പാത്തിക്കൊക്കെ കുഴക്കണം അതേപോലെ തന്നെ, കണ്ടില്ലേ, അതേപോലെ നല്ല ലൂസാവാതെ എന്നാൽ നല്ലോണം കട്ടിയാവാതെ നല്ല കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടാൻ പറ്റുന്ന രീതിക്കാവണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് മാത്രം നൂലപ്പത്തിൻ്റെ മാവ് കുഴക്കണമായിരിക്കും നല്ലത്. ഇനി ഇതുപോലത്തെ ഒരു നൂൽപുട്ട് നാഴി ഇവിടെ ഇങ്ങനത്തെയാണ്, ഏത് വേണമെങ്കിൽ എടുക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കണം, പെട്ടെന്ന് മാവ് വരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇതിലേക്കിപ്പോൾ നാളികേരമൊന്നും ചേർത്ത് കൊടുക്കാതെയാണ് ഉണ്ടാക്കുന്നത്. നാളികേരം ചേർക്കുന്നവർക്ക് ചേർക്കാം കേട്ടോ. ഇപ്പോൾ കറി കൂട്ടി കഴിക്കുമ്പോൾ നൂലപ്പത്തിന് നമുക്ക് പ്രത്യേകിച്ച് നാളികേരം ഇടേണ്ട ആവശ്യമില്ല. നാളികേരം വേണമെന്നുണ്ടെങ്കിൽ നാളികേരം ഇട്ടിട്ട് ഉണ്ടാക്കാം. ഇനി ഇതുണ്ടോ, കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയതിന് ശേഷം ഇതുപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിലായ മാവ് നമുക്ക് കറക്റ്റ് അളവിന് വെള്ളമായി ഉണ്ടാകുന്ന കേട്ടോ അർത്ഥം. അല്ല കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം അധികം ഉണ്ടാവും. അതുകൊണ്ട് ഇത് പാകമാണ് അതിൻ്റെ വെള്ളത്തിൻ്റെ അളവൊക്കെ. നൂൽപുട്ടിൻ്റെ അച്ചിൽ ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന രീതിക്ക് മാവിട്ട് കൊടുക്കരുത്, അപ്പോൾ പീച്ചാൻ പ്രയാസമാവും. സാധാരണ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എല്ലാവിടെയും നൂൽപുട്ട് ഉണ്ടാക്കുന്ന തട്ടുകൾ ഉണ്ടാവുമല്ലോ, എങ്ങനെയായാലും കുഴപ്പമില്ല, നമുക്ക് ഇതുപോലെ പീച്ചെടുത്താൽ മതി. കണ്ടില്ലേ, നല്ല ഇങ്ങനെ അതിൻ്റെ നൂലൊക്കെ ഇങ്ങനെ വിട്ട് വരും. വെന്ത് കഴിഞ്ഞാലും നല്ലൊരു ഉലർന്ന് വരിക എന്നൊക്കെ പറയില്ലേ, നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സ്. ഇതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങളും കറികളും മാത്രമേ ഞാൻ ചാനലിൽ ഇടാറുള്ളൂ. കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒന്നും ഇടാറില്ല. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ നൂൽപുട്ട് ഇതവിടെ 2 തട്ടിലായിട്ട് ഞാൻ പീച്ചിട്ടുണ്ട്. ഇനി നല്ലോണം വെള്ളം തിളയ്ക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ നമ്മൾ തട്ട് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇനി തട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ നൂലപ്പം റെഡി ആയിട്ടുണ്ടാവും. കണ്ടില്ലേ, കാരണം നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണല്ലോ മാവ് ആദ്യം കുഴക്കണം. അപ്പം തന്നെ ഒരു പകുതി വേവായി ഉണ്ടാവും മാവ്. ഇതാ നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡിയായി. ഒരു 2 മിനിറ്റ് ഒന്ന് തണുക്കാൻ വെച്ചതിന് ശേഷം മാത്രം എടുത്താൽ മതി, അപ്പോൾ വേഗം എടുക്കാൻ കിട്ടും. കണ്ടില്ലേ,
നല്ല ടേസ്റ്റ് ആയിരിക്കും. കറി പോലും വേണ്ട, കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻസ് എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ ലൈക്ക് അടിക്കുക. ഫ്രണ്ട്സ് കണ്ടില്ലേ, സൂപ്പറായിട്ട് കിട്ടും. ഈ തട്ടിലൊക്കെ എണ്ണ ലേശം തടവി കൊടുക്കണം, അതിനാട്ടോ ഒട്ടും ഒട്ടിപ്പിടിക്കില്ല. കണ്ടില്ലേ, വെറും നമ്മുടെ സാധാരണ പച്ചരി പൊടിച്ചിട്ടുണ്ടാക്കിയതാണിത്. കടകളിൽ നിന്ന് മേടിക്കണമെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇവിടെ ഇടിയപ്പം റെഡി ആയി കഴിഞ്ഞു. കണ്ടില്ലേ, ഓരോ ലെയറായിട്ട് ഇങ്ങനെ വരും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എളുപ്പമുള്ള നല്ലൊരു കറിയോ അല്ലെങ്കിൽ പലഹാരങ്ങളോ ഒക്കെ ആയിട്ട് നാളെ വരാം. എല്ലാവരും ഇടിയപ്പമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. മറക്കാതെ ചാനൽ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സ്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റ.